ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കാറുള്ള മസാല ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം, എളുപ്പമാണ്, പുറത്തൊക്കെ പോയി കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഡ്ഡലി റൈസ് ഉണ്ടെങ്കിൽ ഇഡ്ഡലി റൈസ് ആയിരിക്കും ഏറ്റവും ബെറ്റർ, അല്ലെങ്കിൽ ദോശ റൈസിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ദോശ റൈസിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ദോശ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 കപ്പ് ദോശ റൈസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുതിർത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണ് കേട്ടോ. ഞാൻ 3 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ എത്ര അരിയാണോ എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതി ഉഴുന്നെടുക്കണം. 3 കപ്പ് റൈസുക്ക് ഞാൻ 1.5 കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നേരെ പകുതിയാണ് ഉഴുന്നെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം റൈസ് ഒന്ന് അരച്ചെടുക്കാം, എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഉഴുന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറിന് പകരം അവിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് നിങ്ങൾ അരി എടുക്കുന്നുണ്ടെങ്കിൽ 1/2 കപ്പൊക്കെ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ 3 കപ്പാണ് അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഉപ്പും പിന്നെ അതുപോലെ ബേക്കിംഗ് സോഡയൊക്കെ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്, ഇത് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഉഴുന്ന് ഈ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ഇട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ നല്ല മഷി പോലെ അരച്ചെടുക്കാം കേട്ടോ. നമുക്ക് എത്രത്തോളം അരച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ അത്രയും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇഡ്ഡലിക്കാണെങ്കിലും സെയിം ആണ് കേട്ടോ. ഞാനൊരു സെയിം അളവാണ് ഇഡ്ഡലി ചെയ്യുന്നുണ്ടെങ്കിലും അതുപോലെ മസാല ദോശ ചെയ്യുന്നുണ്ടെങ്കിലും. അപ്പോൾ ഇത് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഉഴുന്ന് പറഞ്ഞ പോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട, നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമുക്കൊരു തിക്കായിട്ടുള്ള മാവാണ് വേണ്ടത്, ഇഡലിക്കാണെങ്കിലും ദോശക്കാണെങ്കിലും. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. ഇതിലോട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇതിലോട്ട് ഉപ്പും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പേര് ഉപ്പ് അപ്പം ഉണ്ടാക്കിയെടുക്കാൻ നേരത്ത് ചേർത്ത് കൊടുക്കാറുണ്ട്, പക്ഷേ ഞാൻ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. നമ്മൾ രാത്രി അരച്ച് വെച്ചാൽ നമ്മൾ രാവിലെയാണല്ലോ, അതുപോലെ രാവിലെ അരച്ച് വെച്ചാൽ നമുക്ക് മഗ്‌രിബൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു ചൂടുള്ള സ്ഥലത്തൊക്കെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്ത് ബാൽക്കണിയിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ രാവിലെയാണ് ഇത് അരച്ച് വെച്ചത്. അപ്പോൾ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി പൊട്ടറ്റോ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 1/4 ടീസ്പൂണ് അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും കുറച്ചൊരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം കേട്ടോ, ക്യൂമിൻ. അപ്പോൾ അസിഡിറ്റി ഉള്ളവർക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വലിയ 4 സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 4-5 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം, ഒന്ന് കീറിയിട്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ എടുക്കുന്നതിനേക്കാളും കൂടുതലാണ് സവാള സാധാരണ എടുക്കാറ്. പക്ഷേ ഞാൻ സെയിം ആണ് കേട്ടോ എടുക്കാറുള്ളത്. എത്രയാണോ പൊട്ടറ്റോ എടുക്കുന്നത് അത്ര സവാള എടുക്കാറുണ്ട്. പിന്നെ ഇത് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പിന്നെ നല്ലോണം അങ്ങനെ നല്ലോണം ബ്രൗൺ കളർ ആകാനൊന്നും നിൽക്കണ്ട, ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ പൊട്ടറ്റോ ആയതുകൊണ്ട് ഞാൻ 6 എണ്ണം എടുത്തിട്ടുണ്ട്. വലിയ പൊട്ടറ്റോ ആണെങ്കിൽ 4 എണ്ണം എടുത്താൽ മതിയാകും. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് അത്യാവശ്യം വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ ഉടഞ്ഞ് വരുന്നുണ്ട്. പിന്നെ ഉടഞ്ഞ് പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണമെന്നില്ല, ജസ്റ്റ് പീസാക്കി എടുത്താൽ മതി. നമ്മൾ ഓൾറെഡി പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നല്ലോണം ഉടഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല, എന്നാലും ഇടയ്ക്ക് ചെറിയ പീസസൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ നല്ലോണം വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്തായാലും.
അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്തിട്ട് വേണമെങ്കിൽ വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ വെന്തത് മതിയായില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു 1/2 കപ്പ് ഓൾമോസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഓൾറെഡി പൊട്ടറ്റോ വേവിക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സവാള വഴറ്റുമ്പോഴും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് മതിയാകും. ആ ഒരു രീതിയിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ വെള്ളം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു മഞ്ഞൾപ്പൊടിയും പൊട്ടറ്റോയും അതുപോലെ ഇതിലുള്ള മസാലയും ഒക്കെ നല്ലോണം മിക്സായി വരണം. അപ്പോൾ ഇതിപ്പോൾ നന്നായി എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു പൊട്ടറ്റോ മസാല. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ചട്നി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. നോർമൽ ചട്നിയാണ് ചെയ്യുന്നത്, നമ്മുടെ സാധാ തേങ്ങ ചട്നി. 1 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. ഒരു സവാളയുടെ പകുതി മതിയാകും. പകുതി സവാള ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തേങ്ങയ്ക്കാണ് കേട്ടോ. പിന്നെ അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പുളി, 1 ടീസ്പൂണൊക്കെ മതിയാകും പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4-5 പച്ചമുളക് എരിവിനനുസരിച്ച്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ, മല്ലിയിലാണെങ്കിലും പച്ചമുളകാണെങ്കിലൊക്കെ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ നമുക്ക് അരക്കാൻ പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ. പിന്നെ നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ നന്നായി ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല മഷി പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒന്ന് വറവിട്ടെടുക്കാം കേട്ടോ. കടുകും അതുപോലെ കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ വറവിടാം. ഞാൻ പൊതുവെ മല്ലിയിലൊക്കെ ചേർത്ത് അരച്ചെടുക്കുമ്പോൾ വറവിടാറില്ല. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ വറവിട്ടത് ചെയ്യുമ്പോൾ എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് മാറുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. പിന്നെ നമുക്കിതും മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മാവ് നോക്കാം. ഓൾറെഡി 7 മണിക്കൂറായിട്ടുണ്ട് അരച്ച് വെച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചൂടുള്ള സ്ഥലത്ത് ബാൽക്കണിയിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് 7 മണിക്കൂർ കൊണ്ട് നല്ല ഫെർമെൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു പതഞ്ഞ് വരുന്ന രീതിയിൽ, ആ ഒരു രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ നേരം അധികം സമയം അരച്ച് വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ചൂടുള്ള സ്ഥലത്ത് വെക്കണമെന്നില്ല. അപ്പോൾ ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സെയിം മാവിൽ തന്നെ ഇഡലിയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്കിത് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് നന്നായിട്ട് ചൂടാകുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് മാവ് നിരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചൂട് കൂടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ കറക്റ്റായിട്ട് നിരത്തി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഒന്ന് ഫ്ലെയിം കുറക്കുക, പിന്നീട് ഫ്ലെയിം കൂട്ടി കൊടുക്കുക. ആ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ചെറുതായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിലോട്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം കൂടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കുറക്കാം കേട്ടോ. അപ്പോൾ ഓവറായാൽ ഇതിൻ്റെ ആ ഒരു മസാല ദോശയുടെ കളറൊക്കെ മാറും. ആ ഒരു കരിഞ്ഞ കളറൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ ആയിപ്പോകും. അപ്പോൾ ഈ ഒരു സമയത്തൊന്ന് ഫ്ലെയിം കുറക്കുക. ഇനി ഇതിലോട്ട് മസാല നമ്മളുണ്ടാക്കി വെച്ച ഈ ഒരു മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് റോൾ ചെയ്തെടുക്കുക. ചട്നി ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാറില്ല, സെപ്പറേറ്റ് സെർവ് ചെയ്യാറാണ്. അപ്പോൾ ഇതുപോലെ മസാല വെച്ച് കൊടുത്തിട്ട് റോൾ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. നല്ല അടിപൊളിയായിട്ടുള്ള മസാല ദോശയാണ്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിന് ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കുക. എന്നിട്ട് ചൂടോടെ സെർവ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ആ റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്